ഹലോ ഫ്രണ്ട്സ്, നമ്മളിതൊരു ഡേ ഇൻ മൈ ലൈഫിന് എടുക്കാൻ പോകുന്നത്. ഇന്നപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ്. നമ്മുടെ ധ്യാനുവിൻ്റെ ഗ്രാജുവേഷൻ ഡേ ആണ് ഇന്ന്. അപ്പോൾ രാവിലെ ഞങ്ങളിത് നേരത്തേക്ക് എനിക്ക് റെഡി ആവാനുള്ള പരിപാടികളൊക്കെ നോക്കി. ആദ്യം ധ്യാനാണ് റെഡിയാക്കുന്നത്. അവൻ്റെ ഡേ അല്ലേ, അവൻ്റെ ബിഗ് ഡേ ആണ് ഇന്ന്. അപ്പോൾ യൂണിഫോമാണ് പറഞ്ഞിരിക്കുന്നത്, കോസ്റ്റ്യൂമൊക്കെ. അപ്പോൾ അവൻ്റെ കോമ്പൊക്കെ ചെയ്ത് കൊടുത്തു. പിന്നെ അവൻ തന്നെ ചെയ്തോളാൻ തുടങ്ങി. വേദുവിനെ റെഡിയാക്കാണ് ഒരു പരിപാടി. അവൻ പെട്ടെന്നൊന്നും പറഞ്ഞാൽ കേൾക്കില്ല, അവിടെ തന്നെ ഇരിക്കുള്ളൂ. അവനെ വിളിച്ച് നമ്മൾ തോക്കും, എന്നാലും അവൻ റെഡി ആവുള്ളൂ. അതെങ്കിൽ ഞങ്ങൾ മൂന്നുപേരും നമ്മളുടെ മേക്കപ്പുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ് നന്നായി മുടി കെട്ടോ, ആരാണ് നന്നായി ചെയ്യണേ, അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എപ്പോഴും അങ്ങനെയാണ്. ഞാൻ റെഡി ആവാൻ നിൽക്കുമ്പോൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യലാണ് അവരൊരു ഹോബി. അത് കഴിഞ്ഞ് നമ്മളിത് അമ്മയും എല്ലാവരും കൂടിയിട്ട് നമ്മൾ പോകുന്നത്. വേദുവിൻ്റെ ഹെയറൊക്കെ സെറ്റ് ചെയ്തു, എൻ്റെ ഹെയറും സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയൊരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ചൂടല്ലേ, ഞാൻ അവിടെ എത്തുമ്പോൾ ദാഹിച്ചാലോ വെച്ചിട്ട് എടുത്ത്. അപ്പോൾ ഒരു കുപ്പി വെള്ളമൊക്കെ എടുത്തു, കാറിൽ കയറി. ഇന്ന് ഞാനാണ് ഡ്രൈവ് ചെയ്യണം. ഇനി ബാക്കിൽ ധനേഷിൻ്റെ ഓട്ടോറിക്ഷ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുമ്പോൾ തട്ടാണ്ടൊക്കെ എടുക്കണം. അവൻ വണ്ടി കഴുകണം. നമ്മുടെ വീട്ടിലിട്ട് ഇപ്പോഴും വണ്ടിയൊക്കെ കഴുകാറ്. അപ്പോൾ അതേ വണ്ടി എടുത്തു, എല്ലാവരും കയറി. അതേ ധനേഷ് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എടുക്കുക ഇങ്ങനെ എടുക്കുന്നൊക്കെ. 9 മണിക്ക് എത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ തന്നെ 9 മണിയൊക്കെ കഴിഞ്ഞു. നമ്മളവിടെ എത്തുമ്പോൾ ഒരു 9:30 ആവും തോന്നുന്നുണ്ട്. ലേറ്റായി. 9 മണിക്ക് കുട്ടികളവിടെ ക്ലാസ്സിൽ എത്തിക്കണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിരുന്നതാണ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇനി നേരമായില്ലോ, അപ്പോൾ വേഗം തന്നെ പോവാം. നമുക്ക് ചാലക്കുടിക്ക് എത്താൻ ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ മതി എത്താൻ. വേഗത്തും ഇനി ട്രാഫിക്കൊന്നും കിട്ടാണ്ടിരുന്നാൽ മതി. അപ്പോൾ അതേ നമ്മൾ പോയി. ഇനി അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ദേ സ്കൂളെത്തി. ഇത് കിൻഡർ ഗാർഡൻ്റെ പുതിയ ബിൽഡിങ്ങാണ്. ഈ വർഷമാണ് ജൂബിലി വർഷമായിരുന്നു. അപ്പോൾ ഈ വർഷമായിരുന്നു ഇനോഗ്രേഷൻ. ഇവരാണ് അതിൻ്റെ ഫസ്റ്റ് ബാച്ചൊക്കെ. ഞങ്ങൾ കയറി ഇനി ഇവനെ ക്ലാസ്സിൽ കൊണ്ടാക്കണം. അവിടെ എത്തി ടീച്ചർമാർ അവനെ റെഡിയാക്കിയിട്ട് നമുക്ക് തന്നെ തരും ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി. ഞാനും റെഡിയായി വന്നു. നല്ല അടിപൊളി ചുള്ളാപ്പിയുണ്ട്. ഇതാണ് അവരുടെ ഗ്രാജുവേഷൻ്റെ ഡ്രസ്സൊക്കെ. കുട്ടികളൊക്കെ നല്ല വെൽ അറേഞ്ച് ആയിട്ട് ടീച്ചർമാർ നിർത്തിയിട്ടുണ്ട്. ഇവർക്ക് 2-3 ദിവസം മുന്നേ, ഒരാഴ്ച മുന്നേ ഇതിൻ്റെ ട്രെയിനിങ് ഒക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ വെൽ ട്രെയിൻഡ് ആയിട്ട് നിർത്തിയാണ് കണ്ടാൽ. നല്ല ഡിസിപ്ലിനോട് കൂടി എല്ലാവരും നിർത്തിയിട്ടുണ്ട്. നല്ല എല്ലാവരും കാണാൻ നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗസ്റ്റുകളൊക്കെ എത്തിയിട്ടുണ്ട്. എൻട്രി ചെയ്തു. നല്ല അടിപൊളി എൻട്രി, നല്ല മ്യൂസിക്കൊക്കെ കൂടിയൊക്കെ എൻട്രി ചെയ്തതിന് ശേഷം ഞാൻ ഓരോ കുട്ടികളായിട്ട് സ്റ്റേജിലേക്ക് ഇതാക്കും. അപ്പോൾ ഓരോ കുട്ടികളെ കുറിച്ചും ഇൻട്രൊഡ്യൂസ് ചെയ്ത് ടീച്ചർമാർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ധ്യാനുട്ടിനെ കുറിച്ച് എന്നിട്ട് പറയണത് നമുക്ക് കേൾക്കാം. ബീന മാമാണ് ധ്യാനുട്ടിനെ കുറിച്ച് പറയണത്. കണ്ട എല്ലാ കുട്ടികളും ഇരിക്കുന്നതേ, ഇത് കേൾക്കാം നമുക്ക്. അപ്പോൾ പരിപാടികളൊക്കെ നല്ല സൂപ്പറായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.